ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മളെ ബ്രാവോടെ സിൽക്കി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സിൽക്കി ഞാനിപ്പോൾ രണ്ടാമത്തെ ഫ്രോഗാണ് മേടിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ഗ്രീൻ കളർ ഫ്രോഗ് മേടിച്ചായിരുന്നു. അത് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല മീൻ കയറിയിട്ടുണ്ട്. അതിന് മീൻ കയറിയ എനിക്ക് ഒരു കണക്കുമില്ല, അതുപോലെ മീൻ അടിച്ചിട്ടുണ്ട്. അത് നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ ഫ്രോഗാണ് ഇതിന് മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൽ ഒരു 200 ഗ്രാം മുതൽ 1.5 കിലോ വരെയുള്ള ചേർമീൻ വരെ ഞാൻ അടിച്ചേറ്റിട്ടുണ്ട് ഈ സിൽക്കിക്കകത്ത്. ഇതിന് മുമ്പുള്ള ഫ്രോഗിൽ നല്ല റബൽ ക്വാളിറ്റി ഉള്ള ഫ്രോഗാണ് കേട്ടോ. അത് എൻ്റെ നിന്ന് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്തപ്പം ഒരു മരത്തേലുടക്കി അത്യാവശ്യം ഹൈറ്റുള്ളൊരു മഴ വരുന്നത്. അതുകൊണ്ട് കയറി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് മാത്രം ബ്രൈഡ് വലിച്ച് പൊട്ടിച്ച് കളയുമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫ്രോഗായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് ആ ഫ്രോഗ്, മറ്റേ പഴയ ഫ്രോഗ് പോയിട്ടും രണ്ടാമത് ഈ ഫ്രോഗ് തന്നെ വീണ്ടും ഞാൻ മേടിച്ചത്. ഇതിൻ്റെ സ്പിന്നറാണ് അടിപൊളി. എന്ത് സൗണ്ടാണെന്നറിയോ. അതേപോലെ ഹുക്കപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. അടിച്ചതാണ് നമ്മൾ കരയില്ല മീൻ. അതുപോലെ മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല കമൻസൊക്കെ ഇടുക. എന്താണേലും ഇന്ന് ഇതുമായിട്ടുള്ള അംഗം വെട്ടാണ്. നമുക്ക് നോക്കാം എന്തായാലും മീൻ അടിക്കുമെന്നുള്ളതും ഏതൊക്കെ സൈസ് അടിക്കുമെന്നുള്ളതെല്ലാം നോക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് വരാല്. ഉയ്യോ, തീരെ കുഞ്ഞാട്ടോ ഇതുണ്ടോ. തീരെ കുഞ്ഞു വരാല്. ഇതുണ്ടോ, തീരെ പൊടിയാ. ഇതിനെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, റിലീസ് ചെയ്തേക്കാം. ഉണ്ടോ, തീരെ കുഞ്ഞത്. ഒരു 200 ഗ്രാം വല്ലതും കാണുമായിരിക്കും. എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് റിലീസ് ചെയ്തേക്കാം. പോയി വളർന്ന് നന്നായി വാ കേട്ടോ. കേട്ടോ, ഓടിക്കൂ. അത് പോട്ടെ. അടിച്ചടിച്ചടിച്ചടിച്ചടി ഇവിടെ എത്തിയാ. അവൻ പോയി കാണും പുല്ലിൻ്റെ ഇടയ്ക്ക്. അവൻ കയറി പുല്ലിൻ്റെ ഇടയ്ക്ക് കയറി. അവൻ കയറി പുല്ലിൻ്റെ ഇടയ്ക്ക് കയറി. വാടാ. ആ കൊള്ളാം. കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സൈസുള്ളൊരു 400 ഗ്രാം വരുന്ന സൈസാണ് വരുന്നത്. കുഴപ്പമില്ല. ഇതുണ്ടോ, സിൽക്കിയിരിക്കുന്നുണ്ടോ, അടിപൊളി. വലിയ കുഴപ്പമില്ല സൈസ്. ഇതിൻ്റെ പിന്നുണ്ടോ, കളർ വ്യത്യാസം കണ്ടോ, ഒരു പച്ച കളർ വരുന്നത്. ഇതുണ്ടോ ഈ താഴത്തെ ഉണ്ടോ, വലിയ കലിപ്പില്ല കേട്ടോ. നമുക്ക് എടുക്കാൻ സൈസാണ്. ഓക്കെ, അപ്പം വല കയറ്റിയേക്കാം. അടിപൊളി. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അവനവിടെ പമ്മി നിൽക്കുമായിരുന്നു കേട്ടോ. ഉടക്കരുത് എൻ്റെ പൊന്നടാവി. സൈസ് കേട്ടോ, ആ ജൈൻറ്റ് വരാല് കൊള്ളാം.
പമ്മി നിൽക്കുമായിരുന്നു. ആ കേട്ടോ, ആ നല്ല അടിപൊളി വരാം. അതൊരു 3/4 കിലോ സൈസാണ് കേട്ടോ. രണ്ട് ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? അടിപൊളി, കൊള്ളാം. ഇത് വിയറ്റ്നാമാണ് കേട്ടോ, നാടനല്ല, വിയറ്റ്നാമ. കൊള്ളാം കേട്ടോ, നല്ല സൈസാണ്. ആ അടിപൊളി, പ്രതീക്ഷിക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നത്. ഞാൻ മൂലയ്ക്ക് പമ്മ നിൽക്കുമായിരുന്നു. കറക്റ്റ് വലിച്ചെടുക്കാൻ പോയപ്പോൾ കയറി അടിക്കുന്നത് തന്നെ. കൊള്ളാം, നല്ല വരാലോ കേട്ടോ. ഇതുണ്ടോ, പക്ഷെ വണ്ണമുണ്ട്, തല്ലിരിക്കുന്നുണ്ടോ? കൊള്ളാം, കിടക്കാനോ കേട്ടോ, അടിപൊളി. ഓക്കെ, വല കയറ്റാം നമുക്ക്. അവിടെയൊക്കെ മറിയുന്നുണ്ട്. ഉക്കപ്പുണ്ടോ? നല്ല ഉക്കപ്പ് കേട്ടോ. ചോര കണ്ട്, ചോര വാടാ. അടിപൊളി. അയ്യോ, അടിച്ചടാ മോനെ, അടിച്ചടാ. പുല്ല് 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 പുല്ല്. കൊള്ളാം, സൈസ് വരാലോ കേട്ടോ. എന്തി ഉണ്ടാകട പുല്ലിനുടക്കി എങ്ങനെ പോയാലുണ്ടല്ലോ. എവിടെ പോയി, എവിടെ പോയി? വാടാ മോനെ. കൊള്ളാം, അമ്പാടാ. ഇത് നേരത്തെ ഒരു ജൈൻറ്റ് സാധനം കേട്ടോ. നേരത്തെ കിട്ടിയേക്കാണ്ടി നല്ല കിടുക്കൻ സാധനം കേട്ടോ. ഉമ്പടാ, ഏ നല്ല അടിപൊളി. മഴയും വരുന്നുണ്ട്. ഓ, കിടുക്കം വരാമല്ലോ കേട്ടോ, രക്ഷയില്ല. ഏ ഓഹ്, അയ്യോ, അതൊക്കെ പിടക്കടാ. എൻ്റെ മോനെ, ഇത് 1 കിലോ എടുത്തുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് 1 കിലോ എടുത്ത് എന്തായാലും ഉണ്ട്. ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? അവൻ അടിച്ച് ഇറക്കി കളഞ്ഞു. ഇതുണ്ടോ? ആ എൻ്റെ എടാ, കിടുക്കം വരാൽ കേട്ടോ, സൈസ് വരാൽ. ഉണ്ടോ, 1 കിലോ എടുത്ത് എന്തായാലും ഉണ്ട് ഈ സാധനം. നല്ല ഉരുണ്ടിരിക്കുന്നുണ്ടോ. നേരത്തെ കിട്ടിയൊന്നും അല്ല മുതൽ. ഇതുണ്ടോ, കൈ ഇരിക്കുന്നുണ്ടോ? കിട്ടുക സാധനം, അടിപൊളി. ഇതുണ്ടോ, ഒന്നും പറയാനില്ല. ഇതേണ്ട, ഇത് മഴ വരുന്നുണ്ട്. അടിപൊളി. ആ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. ഫ്രോഗ് മേളി വന്നു കേട്ടോ. അയ്യോടാ, തീരെ കുഞ്ഞായിപ്പോയല്ലോ. ആ സിൽക്കി മേളിൽ കയറി കേട്ടോ, തീരെ പൊടിയാ. ഇതുണ്ടോ, തീരെ കുഞ്ഞാട്ടോ. അതുകൊണ്ട് 10-200 ഗ്രാമേ ഉള്ളൂ. വേണ്ട, ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാം. കുഴപ്പമില്ല, വലിയ പരിക്കില്ല.
ഇതുണ്ടോ? പോട്ടെ, പോയി വളർന്നോ. ഇഞ്ചി അവിടെ അങ്ങോട്ട് പോയി. എടാ നിന്നെ രക്ഷപ്പെടുത്താടാ, ബാടാ. പോട്ടെ, ആ പോട്ടെ. ഒരടിച്ചിട്ടുണ്ട്. ചെറുതാ കേട്ടോ, കണ്ടോ? കുഴപ്പമില്ല, എടുക്കാൻ സൈസാ കേട്ടോ, അത്ര വലിയ മോശം പറയാനില്ല. കാണിക്കാം. ഇതുണ്ട്, ഒരു 400 ഗ്രാം, 1/2 കിലോ ഇല്ല, 1/2 കിലോ താഴെ, കുഴപ്പമില്ല. കണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? ഹുക്കപ്പുണ്ട്, 2 ഹുക്കും കയറിയിട്ടുണ്ട്. കണ്ടോ അങ്ങനെയുണ്ട്, നൈസല്ലേ, അടിപൊളിയായിട്ട് ഹുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ സിൽക്കിയുടെ പവർ ഉണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല, സൈസാണ്. വിയറ്റ്നാമ കേട്ടോ, നാടനല്ല, വിയറ്റ്നാമ. ഓക്കെ, നമുക്ക് വില കയറ്റിയേക്കാം. അയ്യോ, സ്ട്രൈക്ക് അവിടെ എന്തോ ഉണ്ട്. അടുത്തത് ചെറുതാ കേട്ടോ, ഇതുണ്ടോ? അയ്യോ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? ഇത് പെട്ടക്കല്ലത് ഇതുണ്ടോ? ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? വായിക്കകത്തോട്ട് കയറ്റി. ഇതൊരു 300 രൂപ. നേരത്തെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറുതാ കേട്ടോ, കുഴപ്പമില്ല. നാടനാ, ചെറിയൊരു നാടൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്, ആയിരിക്കും. ഫ്രോഗ് ഇരിക്കുന്നുണ്ടല്ലോ, അടിപൊളി, വലിയ കരുപ്പില്ല. എന്തായാലും നമ്മൾ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം വല കയറ്റാം. യെസ്, അടിച്ചടിച്ച് അടിച്ചടാ മോനെ. ഒരു നൂലെല്ലാം കൂടി ചുറ്റി. ഇതുണ്ടോ? ഇതൊരു 400 ഗ്രാം, 1/2 കിലോ അടുത്ത്, ഇത്രേ ഉള്ളൂ. എല്ലാം അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇതുണ്ടോ? വലിയ കലിപ്പില്ല, നമുക്ക് എടുക്കാവുന്ന സൈസ് തന്നെയാണ്. ഓക്കെ, ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? അടിപൊളി, സിൽക്കി. ഓക്കെ,
നല്ല ഉക്കപ്പാട്ടോ. ഓക്കെ, ഓ ചെറുതാ കേട്ടോ, തീരെ ചെറുതാ. എൻ്റെ പൊന്നെ, ഇതൊരു 100 ഗ്രാം എല്ലാം കാണും. ഓ ഇതുണ്ടോ സിൽക്കി കയറി കയറ്റം കണ്ടോ, കണ്ടോ കുഞ്ഞു വരാമെന്ന് വെച്ചാൽ തീരെ കുഞ്ഞു വരാറ്. ഇതുണ്ടോ, ഇതാണ് സിൽക്കിൽ കണ്ടോ കടിച്ച് കയറുന്ന കയറ്റം കണ്ടോ, ഇത് ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, ഇതാണ്. ഏത് സൈസും വേണേൽ കയറും. തീരെ കുഞ്ഞു കേട്ടോ, ഒരു 100 ഗ്രാമേ കാണുള്ളൂ. 100 അല്ല 150 ഗ്രാം അത്രേ ഉള്ളൂ. ഇതാണ് കണ്ടോ. ഓടിക്കോ ഓടിക്കോ, ജീവനം കൊണ്ട് ഓടിക്കോ. ഇനി മേലെ വഴിക്കാണ്ട് പോകരുത്.